ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് നമസ്കാരം. ഞാൻ VBG രാംജി എന്ന ചുരുക്കപ്പേരിൽ അവതരിപ്പിച്ചിട്ടുള്ള ബില്ലിനെ അതിശക്തമായിട്ട് എതിർക്കുകയാണ്. आप तमिल में बोल रहे हैं ना? मलयाली। यस, मलयाली. आप मलयाली भाषा का भी अनुवाद हिंदी में सुन रहे हैं ना आप? രാജ്യത്തെ പാവപ്പെട്ട കോടിക്കണക്കിന് സാധാരണക്കാരുടെ പട്ടിണി മാറ്റാൻ വേണ്ടി UPA സർക്കാർ കൊണ്ടുവന്ന മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയാണ് പേര് മാറ്റി പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ അട്ടിമറിച്ചുകൊണ്ട് മോദി സർക്കാർ നടപ്പിലാക്കുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയും UPA ചെയർപേഴ്സൺ സോണിയാഗാന്ധിയും ഇരിക്കുമ്പോഴാണ് രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾക്ക്, തൊഴിലാളികൾക്ക് ഗുണകരമായ ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഈ പദ്ധതി അട്ടിമറിക്കുക വഴി രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളെയാണ് BJP ഗവൺമെൻറ് വഞ്ചിച്ചിരിക്കുന്നത്. നേരത്തെ 100 തൊഴിൽ ദിനങ്ങൾ ഗ്യാരണ്ടിയായി ഉറപ്പായി നൽകുന്ന ഒരു നിയമമായിരുന്നു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെങ്കിൽ ഈ ഒരു പുതിയ ബില്ലിൽ വരുന്ന നിർദ്ദേശം കേവലം ഒരു കേന്ദ്ര സഹായ പദ്ധതിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് തൊഴിലാളികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ്. മാത്രമല്ല 100% കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് ചെയ്തിരുന്ന ഈ ഒരു പദ്ധതി ഇപ്പോഴത് 60%-ആയി വെട്ടിച്ചുരുക്കി ഈ പദ്ധതി തന്നെ നടപ്പിലാക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇലക്ട്രോണിക് മാർഗം അറ്റൻഡൻസ് രേഖപ്പെടുത്തിയത് വഴി ലക്ഷക്കണക്കിന് പേരാണ് ഈ തൊഴിൽ നിന്നും പുറത്തായിട്ടുള്ളത്. ഇപ്പോൾ കേന്ദ്രം ഫണ്ട് വെട്ടിക്കുറച്ചതോടുകൂടി ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയാത്ത സാമ്പത്തിക ബാധ്യതയുള്ള സംസ്ഥാന സർക്കാരുകൾ ഉപേക്ഷിക്കും. കോടിക്കണക്കിന് പേരെ പട്ടിണിയിലേക്ക് നയിക്കാനാണ് ഈ ഒരു പദ്ധതി ഉപകരിക്കുക. 165 ദിവസം എന്നുള്ളത് ഒരിക്കലും യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. ഈ പട്ടിണി പാവങ്ങളെ പറ്റിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിനായി ശ്രമിക്കുന്ന BJP സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് ജനങ്ങൾ നൽകാൻ പോകുന്നത്. മാത്രമല്ല, ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ എന്തെങ്കിലും ആത്മാർത്ഥം ഉണ്ടെങ്കിൽ അത് കാർഷിക മേഖലയെ കൂടി ഉൾപ്പെടുത്തി 100 ദിനം എന്നുള്ളത് 200 ദിനമാക്കി വർദ്ധിപ്പിച്ചാണ് ആ ആത്മാർത്ഥത പ്രകടിപ്പിക്കേണ്ടത്. പിന്നെ മഹാത്മാഗാന്ധിയുടെ പേര് തമസ്കരിക്കുന്നത് ആദ്യമായിട്ടല്ല. ഒരുപാട് പദ്ധതികളുടെ പേരിലും അതുപോലെ ഗാന്ധി മുക്ത ഇന്ത്യ എന്നുള്ള മുദ്രാവാക്യം വിളിച്ചും നരേന്ദ്രമോദി സർക്കാർ ഒരുപാട് പ്രവർത്തിക്കുകയാണ്. വർഷങ്ങളായിട്ട് ആ പ്രവർത്തനം തുടരുന്നുണ്ട്. ഈ പദ്ധതിയുടെ പേര് മാറ്റി മഹാത്മാഗാന്ധിയെ തമസ്കരിക്കുക എന്നുള്ളത് വെറും ഒരു വ്യാമോഹമായിരിക്കും. മഹാത്മാഗാന്ധി ദിവംഗതനായി 77 വർഷം പിന്നിട്ടിട്ടും മഹാത്മാഗാന്ധിയുടെ പേര് പോലും ഭയക്കുന്ന BJP സർക്കാരിന് ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾ തിരിച്ചടി നൽകാനിരിക്കുന്നതേ ഉള്ളൂ. മോദിയല്ല, 100 മോദിമാർ വന്നാലും മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ഈ ലോകമുള്ള നാൾ വരെ, ഈ രാജ്യമുള്ള നാൾ വരെ ഈ ഭൂമിയിൽ ശാശ്വതമായിരിക്കും എന്നുകൂടെ ഈ ഗവൺമെന്റിനെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ നിയമത്തിൽ നിന്നും പിൻവലിച്ച് 200 ദിവസമാക്കി ഈ തൊഴിൽ ദിനങ്ങൾ മാറ്റി അതിന് 100% ഫണ്ട് കേന്ദ്രം നൽകി പാവപ്പെട്ട തൊഴിലാളികളെ സഹായിക്കാനുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ ബില്ലിനെ ശക്തമായിട്ട് എതിർക്കുന്നു.